നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തകർന്ന തരിപ്പണമായ വീടുകളുടെയും തോട്ടം തൊഴിലാളികൾ താമസിച്ച പാടികളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനുണ്ടോ എന്ന് തിരയുകയാണ് ഇപ്പോഴും. പച്ചവിരിച്ച് പ്രതാപത്തോടെ നിന്ന മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം ഗ്രാമങ്ങൾ മരണമണ്ണായതോടെ ബാക്കിയായത് ഒരുപിടി ആളുകളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രം. ഒരായുസ്സുകൊണ്ട് അവർ പടുത്തുയർത്തിയ സമ്പാദ്യങ്ങൾ അപ്പാടെ മലവെള്ളം ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു. കാരുണ്യം പറ്റാത്ത നാടിന്റെ നാനാഭാഗത്തുള്ള രക്ഷാപ്രവർത്തകർക്കൊപ്പം സർവ്വസന്നാഹങ്ങളുമായി സൈന്യവും അതിവേഗം ദൗത്യം നിറവേറ്റുകയാണ്. കണ്ണിലൊതുങ്ങില്ല ഈ ദുരന്ത കാഴ്ചകൾ. ഹൃദയത്തെ പിളർത്തുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. യുദ്ധഭൂമിയിൽ പോലും അവശേഷിപ്പുകളും പാതി ജീവനുകളും കണ്ടേക്കാം. കുത്തി ഒലിച്ചു വന്ന മലവെള്ളം എല്ലാം നക്കി തുടച്ചെടുത്തിരിക്കുന്നു. പ്രകൃതിയുടെ ഏറ്റവും വലിയ ക്രൂരതയുടെ നേർചിത്രമാണ് ഈ ദുരന്ത ഭൂമി. പ്രകൃതി ഒരുക്കിയ കൂട്ടക്കുഴിമാടം. പ്രകൃതി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുകയും ചേതനയേറ്റ ആ ദേഹങ്ങൾക്ക് കൂട്ടക്കൊഴിമാടം ഒരുക്കുകയും ചെയ്ത അവസ്ഥയാണിവിടെ. ഒരു വീട്ടിൽ അന്തി ഉറങ്ങിയ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കുമെല്ലാം അവിടെ തന്നെ അന്ത്യനിദ്ര ഒരുക്കിയെന്ന് പറയാം. പുതുതലമുറയുടെ നാമ്പുകൾ പോലും അവശേഷിപ്പിക്കാതെ കുടുംബങ്ങളുടെ ജീവൻ ഒന്നിച്ചെടുക്കുന്ന അപൂർവ ക്രൂരത. കാണാനില്ല സീതാമ്മക്കുണ്ട് വെള്ളച്ചാട്ടം. മുണ്ടക്കൈ അങ്ങാടിക്ക് സമീപം പുഴയിലായിരുന്നു മനോഹരമായ സീതാമ്മക്കുണ്ട് വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ സുന്ദര വരദാനമായതിനാൽ പ്രദേശവാസികളെല്ലാം എത്തിയിരുന്ന ഈ വെള്ളച്ചാട്ടം നിന്ന സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത വിധം കല്ലും മണ്ണും മരങ്ങളും നിറഞ്ഞു. തകരപ്പാട്ട് പോലെ വാഹനങ്ങൾ. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലായി 100-ലേറെ വാഹനങ്ങളാണ് ചതുങ്ങിയ തകരപ്പാട്ട പോലെ പല ഭാഗങ്ങളിലായി കിടക്കുന്നത്. കാറുകൾ, ഓട്ടോകൾ, ജീപ്പുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. പല വാഹനങ്ങളും അപ്പാടെ ഒഴുകിപ്പോയിട്ടുണ്ട്. സർവനാശം 3 വാർഡുകളിൽ. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ 3 വാർഡുകളിലാണ് ഉരുൾപൊട്ടൽ സർവനാശം വിതച്ചത്. 9ാം വാർഡായ മുണ്ടക്കൈയാണ് ഉരുൾപൊട്ടൽ പൂർണ്ണമായി തകർത്തത്. 10ാം വാർഡായ അട്ടമല, 12ാം വാർഡായ ചൂരൽമല എന്നിവയിലും നാശം വലുതാണെങ്കിലും മുഴുവൻ പ്രദേശങ്ങളെയും ബാധിച്ചിട്ടില്ല. എങ്ങും കല്ലും മണ്ണും മരങ്ങളും മാത്രം. സർവനാശത്തിന്റെ അവശേഷിപ്പായി എങ്ങുമുള്ളത് കൂറ്റൻ പാറക്കല്ലുകളും അടിഞ്ഞുകൂടിയ മണ്ണും ഒഴുകിയെത്തിയ മരത്തടികളും മാത്രമാണ്. 2 നില കെട്ടിടത്തിന്റെ വലുപ്പമുള്ള പാറക്കല്ലുകൾ അടക്കമാണ് വനമേഖലയിൽ നിന്ന് ഒഴുകിയെത്തിയത്. സമാനമായ രീതിയിൽ തന്നെ മരങ്ങളും എത്തി.